കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് എവിടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വൈശാഖോത്സവത്തിന്റെ ദൃശ്യങ്ങളാണിത്. കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രമില്ലാ ക്ഷേത്രം എന്നറിയപ്പെടുന്ന അക്കരെ കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന്റെ വിശേഷങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവച്ചിരുന്നു. കൂട്ടുകാരെല്ലാം കണ്ടിരുന്നു. ഇനി കാണാത്തവർക്ക് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് പോയി കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. വൈശാഖോത്സവത്തിന്റെ ഈ സമയത്ത് ക്ഷേത്ര പരിസരത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ പോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഓടപ്പൂക്കൾ. കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഈ പൂക്കൾ. കൊട്ടിയൂർ പെരുമാളിനെ ആദിവാസികൾ വിളിക്കുന്നത് തന്നെ ഓടക്കാടച്ചൻ എന്നാണ്. ധവള നിറത്തിൽ ശിവലിംഗത്തിന്റെ ആകൃതിയിൽ മനോഹരമായി തൂക്കിയിട്ടിരിക്കുന്ന ഇവ ആനപ്പുറത്ത് വീശുന്ന വെഞ്ചാമരം പോലെ ആളുകളെ ആകർഷിക്കുന്നു. എന്നാൽ ആകർഷണീയതക്കപ്പുറം ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് ഓടപ്പൂവിനെ ഭക്തജനങ്ങൾ കണക്കാക്കുന്നത്. വീടുകളിലും വാഹനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമെല്ലാം വിധി പ്രകാരം ഇത് സ്ഥാപിക്കുന്നു. പ്രധാന വാതിലിന് മുന്നിലായി ഇത് സ്ഥാപിക്കുന്നതിലൂടെ വാസ്തുദോഷം, ഗുളികദോഷം, ശനിദോഷം, രാഹു കേതു ദോഷങ്ങൾ എന്നിവ മാറി ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. എന്താവും ഈ ഓടപ്പൂവിന്റെ ഐതിഹ്യം? കൊട്ടിയൂർ ഉത്സവത്തിന് എന്ന പോലെ ഓടപ്പൂവിനും ദക്ഷയാഗ ചരിതവുമായി ബന്ധമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പല കഥകളും. ദക്ഷൻ പരമശിവനെയും സതീദേവിയെയും അപമാനിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പല ആളുകൾക്കും ഭൂതഗണങ്ങൾ പണിഷ്മെന്റ് കൊടുത്തു. അതിൽ രസകരമായ ഒരു കഥ, പൂഷാവ് എന്നൊരാൾ തന്റെ വെളുത്ത പല്ലുകൾ പുറത്തു കാണിച്ച് ചിരിച്ചു. ആ സാഹചര്യത്തിൽ ചിരിച്ചതിന്റെ ശിക്ഷയായി ഭൂതഗണങ്ങൾ പൂഷാവിന്റെ പല്ലുകൾ തല്ലിക്കൊഴിച്ചു. പരമശിവന്റെ സഹസ്രനാമങ്ങളിൽ ഒരു പേര് പൂഷദന്തഭിതേ എന്നാണല്ലോ. ഓടപ്പൂക്കളുടെ വെളുത്ത നിറം ഇതാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചിലരുടെ വാദം. പിന്നെ മറ്റൊരു കഥ, യജ്ഞത്തിന് നേതൃത്വം നൽകിയ ഭൃഗു മഹർഷി തന്റെ വെളുത്ത നീണ്ട താടി തടവി ചിരിച്ചു എന്നതാണ്. അപ്പോൾ വീരഭദ്രസ്വാമി ആ താടി പറിച്ചെടുത്തു. അഹങ്കാരത്തിന്റെ ചിഹ്നമായ ഈ താടി അദ്ദേഹം വലിച്ചെറിഞ്ഞു. പിഴുതെറിഞ്ഞ ഈ താടിയാണ് ഓടപ്പൂവായി മാറിയതെന്ന് കരുതപ്പെടുന്നു. ഓടപ്പൂവിന്റെ നിർമ്മാണം എങ്ങനെയാണ്? ഇതിന്റെ നിർമ്മാണം ഏറെ അധ്വാനമുള്ളൊരു ജോലിയാണ്. വയനാടൻ മലനിരകളിൽ നിന്നാണ് ഓടപ്പൂവിന് വേണ്ട ഈറ്റ കൊണ്ടുവരുന്നത്. ഉത്സവകാലങ്ങളിൽ വനം വകുപ്പ് നൽകുന്ന പ്രത്യേക അനുമതിയോടെയാണ് ഈറ്റ വെട്ടുന്നത്. നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ആചാരമാണിത്. അളവനുസരിച്ച് മുറിച്ചെടുത്ത ഈറ്റ വെള്ളത്തിലിട്ട് ചതച്ച് കമ്പിച്ചീർപ്പ് കൊണ്ട് ചീകി വീണ്ടും വെള്ളത്തിലിട്ട് കറ കളയും. കറ കളയാത്ത പക്ഷം പൂവിന് മഞ്ഞ നിറം ഉണ്ടാകും. വീണ്ടും അത് പിഴിഞ്ഞെടുത്ത് പൂവിന്റെ രൂപത്തിലാക്കിയാണ് വിൽക്കുന്നത്. ദിവസങ്ങളുടെ അധ്വാനം വേണം ഓടപ്പൂവ് നിർമ്മിക്കാൻ. വലിപ്പം അനുസരിച്ച് 30 രൂപ മുതൽ 300 രൂപ വരെയാണ് ഇതിന്റെ വില. ഈ കമ്പിച്ചീർപ്പ് കൊണ്ടാണ് ഓടപ്പൂ ചീകി മുടിയുടെ പരുവത്തിലാക്കുന്നത്. ഓടപ്പൂവിന്റെ നിർമ്മാണത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്തായാലും ഇത് കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടനോട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അറിഞ്ഞാലോ. നല്ല കാര്യമല്ലേ? കൂട്ടുകാർക്കെല്ലാം ഇതിനെക്കുറിച്ച് അറിയാൻ ആകാംക്ഷയുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് പോലും അറിയില്ലാത്തൊരു കാര്യമാണ് ഞാൻ ഇന്ന് കണ്ട് മനസ്സിലാക്കിയത്. അപ്പൊ നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. ഇതെങ്ങനെയാ ഓടപ്പം ഉണ്ടാക്കുന്നത്? കാട്ടിൽ പോയി ഓട വെട്ടിക്കൊണ്ടുവന്ന് അതിന്റെ പരിന്തൊലി ചെത്തിയിട്ട്. ഈ ഓട മുള തന്നെയാണോ? ഇത് ബാമ്പു എന്ന് പറയും, ഓട തന്നെ. ഇതാണ് സാധനം, ബാമ്പുവാണ് സാധനം. അപ്പറേ ചേച്ചി, ഇത് ബാമ്പുവാണ് സാധനം. ഇതിന്റെ കരിന്തൊലി ചെത്തിയിട്ട് വെള്ളത്തിലിട്ടിട്ട് തിരിച്ചു വെച്ച് കല്ലിന് ഇടിച്ച് പിന്നെ മുള്ളു കൊണ്ട് കുടയം കൊണ്ടുണ്ടാക്കുന്ന മുള്ളു കൊണ്ട് ചീവി ഇതുപോലെ പഞ്ഞി മുടി പോലെ ആക്കി, അങ്ങനെ പഞ്ഞി പോലെ ആക്കി വെള്ളത്തിലിട്ട് ഇത് മഞ്ഞ കളർ മാറ്റി നല്ല വൈറ്റ് കളറാക്കി തിരിച്ച് വണ്ടിയിൽ കെട്ടാനോ വീട്ടിൽ പൂജാ റൂമിൽ കെട്ടാനോ 2 കട്ടള മുമ്പിൽ കെട്ടാനായിട്ട് വള്ളി തിരിച്ചുണ്ടാക്കി കുറേ കഷ്ടപ്പെട്ട് 10 പേരെങ്കിലും വേണം ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് ഇതിന് ഇത്രയും വില കൂടുതൽ. അതുകൊണ്ടാണ് ഇത്രയും വില കൂടുതൽ. അപ്പൊ ഇത് ഇവിടുത്തെ മാത്രം പ്രത്യേകത എന്താ? ഈ 28 ദിവസമേ ഓടപ്പൂ വിൽക്കാൻ പറ്റുള്ളൂ. ലോകത്തിൽ ഇവിടെ മാത്രമേ ഈ ഓടപ്പൂ. അതെന്താ അങ്ങനെ? ഈ ദക്ഷന്റെ യാഗം നടന്ന സ്ഥലമാണ് ഇവിടെ. നടന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ ഓടപ്പൂവ് ബ്രഹ്മുനിന്റെ താടി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇവിടെ വേറെ ഒരു സ്ഥലത്ത് ഇതില്ലല്ലോ. വേറെ ലോകത്തിൽ വേറെ എവിടെ ഇത് വിൽക്കാനും പറ്റില്ല, ഉണ്ടാക്കാനും പറ്റില്ല. അങ്ങനെ ഭഗവാന്റെ പ്രസാദത്തില് ആരെങ്കിലും പരീക്ഷണം ചെയ്യൂലല്ലോ. ഇവിടെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടുമില്ല. ലോകത്തില് ഇതിന് ഐതിഹ്യം ഉണ്ടല്ലോ. ലോകത്തിലെ കൊട്ടിയൂർ മാത്രമേ ഇത് ഈ 28 ദിവസം വിൽക്കാനും പറ്റുള്ളൂ. ഇത് വയനാട് കാടുകളിൽ നിന്നാണ് ഓട കൊണ്ടുവരുന്നത്. വെട്ടിക്കൊണ്ടുവരും.
എന്നിട്ട് ഇവിടെ ഇവരിരുന്ന് ഇതല്ലേ പണിയുന്നത്? ഇടിച്ച് ഇതുപോലെ ഉണ്ടാക്കി കുറെ പണിയുണ്ട്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. എവിടെ സ്ഥലം? ഞാൻ എടപ്പള്ളി അല്ലേ? ഓക്കെ, താങ്ക് യു. വൈശാഖോത്സവ വേളയിൽ കൊട്ടിയൂരിലെത്തുന്ന ഭക്തർ പ്രസാദമായി വാങ്ങി ഭക്ത്യാദരപൂർവ്വം വീട്ടിൽ സൂക്ഷിക്കുന്ന ഒന്നാണ് ഓടപ്പൂവ്. ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ ഒരെണ്ണം കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ ഓടപ്പൂവ് ഒരെണ്ണമെങ്കിലും സ്വന്തമാക്കിയിരിക്കും. മാത്രമല്ല, കൊട്ടിയൂർ ദർശനത്തിന്റെ സന്തോഷം കൊട്ടിയൂരിൽ എത്തിച്ചേരാൻ പറ്റാത്തവരുമായി പങ്കിടാൻ ഓടപ്പൂവ് സമ്മാനമായി നൽകുകയും ചെയ്യും. പൂമുഖത്തും പൂജാമുറിയിലും വാഹനങ്ങളിലുമെല്ലാം ഈ ഓടപ്പൂക്കൾ തൂക്കിയിടുന്നത് സർവൈശ്വര്യം പ്രദാനം ചെയ്യും എന്നാണ് വിശ്വാസം. വലിയ ഓടപ്പൂക്കളുടെ കൂടെ ഒരു കുഞ്ഞു ഓടപ്പൂ വാങ്ങി എൻ്റെ കാറിൽ ഞാൻ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. കൊട്ടിയൂരിലെ ഈ ഓടപ്പൂക്കൾ വെറും ഒരു കൗതുകം മാത്രമല്ല, അടുത്ത വർഷത്തെ ഉത്സവത്തിനായിട്ടുള്ളൊരു കാത്തിരിപ്പ് കൂടെയാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാവരും വന്നൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ കൂട്ടുകാർക്കെല്ലാം ഗുഡ് ബൈ.